ഹലോ കൂട്ടുകാരെ, അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്റെ പൊന്നു മച്ചാമാരെ, ഒരു രക്ഷയില്ല. ഈ ജമയും ഗൂഗിളും കൂടെ തുറന്നു കഴിഞ്ഞാൽ എന്താണ് ഈ ഇൻസ്റ്റാഗ്രാമിൽ നടക്കണമെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. ഇൻസ്റ്റാഗ്രാം നമ്മളെല്ലാം കാണുന്നത് ഗേൾസിന്റെ ഒന്ന് രണ്ട് അധികം നല്ല രീതിയിലുള്ള ഫോട്ടോസ് ഉണ്ട്. അത് നമുക്കൊന്ന് കാണാം. അത് കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു പാട്ട് കേൾക്കണം. ആ പാട്ട് എന്ന് ഞാൻ കേൾപ്പിച്ചുതരാം. എന്റെ പൊന്നളിയന്മാരെ, ഈ പാട്ടുകൊണ്ട് ഒരു നിവൃത്തിയില്ലാതായി. ആ ഒരു പാട്ട് കൊണ്ട് കുറെ അധികം ഡാൻസ് കളിച്ച് അത് ഏതിനകത്ത് യൂട്യൂബിനകത്ത് കിടന്ന് കളിക്കുന്നു. അതിനെക്കാട്ടിൽ ഏറ്റവും വലിയ എറുപ്പിന് എന്താണെന്ന് അറിയാമോ? ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാമിലുള്ള പെൺപിള്ളേരുടെ ഫോട്ടോ എടുക്കും. ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇതിനെക്കാട്ടിൽ ഏറ്റവും വലിയ ബിസിനസ് ഇപ്പൊ നടക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? ഈ സാരി ഈ ചുവപ്പ് സാരി ഇപ്പൊ ഇവിടെ കിട്ടാവില്ല. ഈ ചുവപ്പ് സാരിയും ഈ പാട്ടും ഈ കാതിലൊരു പൂവും വയ്ക്കുന്ന പെൺപിള്ളേരുടെ ഇൻസ്റ്റാഗ്രാം ഐഡി തപ്പി കുറെ അമ്മാവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഈ സാരി എവിടെ കിട്ടും, അതുപോലെ തന്നെ ഈ പൂവ് എവിടെ കിട്ടും എന്നാണ് അവർ ചോദിക്കുന്നത്. അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പൂവും സാരി അവർ എവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് തലയിൽ വെച്ചിട്ടിരുന്ന് പാട്ട് പാടുവാണെന്ന്. എൻ്റെ പൊന്നളിയോ, എനിക്കൊന്നും പറയാനില്ല. അതിൻ്റെ ഇടയിലെങ്കിൽ ആ പാട്ടാണെങ്കിൽ പിന്നെ പറയാനില്ലല്ലോ. ഒരു 4 വരി, അതിന് ഇഷ്ടപ്പെട്ട ഒരു 4 വരി ഇറങ്ങി ആ പാട്ടിനൊക്കെ എവിടെ കണ്ടു കഴിഞ്ഞാലും തറയിൽ തൂക്കിയെടുത്ത് അടിക്കാനുള്ള ആ ഒരു ദേഷ്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അങ്ങോട്ട് തിരിഞ്ഞാലും നീ ഒരലയല പൂരിയല തെരിയല. എൻ്റെ പൊന്നളിയന്മാരെ, എന്ത് പറയാനാണെന്ന് എനിക്കൊന്നും പറയാനില്ല. അമ്മാതിരി അവസ്ഥയാണ് ഈ പാട്ട് കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം. പിന്നെ വേറെ കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. അതാണ് എനിക്കിന്ന് പറയാനായിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ അടുത്ത ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാമേ. മെയിനായിട്ട് വെയിറ്റ് എന്നാ ഞാൻ കണ്ടു ഇത് വേറെന്തോ ഒരു സംഭവം. അന്തസ്സുണ്ടോ? കല്യാണത്തിന് വന്ന സ്ത്രീയെ കയറി പിടിക്കുന്നതല്ലടാ. പിന്നെ ഈ പാട്ട് എൻ്റെ അമ്മോ, ഒരു ചേച്ചിയുടെ മോളും കൂടെ ഒരു പാട്ടുണ്ടാക്കിയിട്ട് ആ പാട്ടിൻ്റെ ഡാൻസ് കളിച്ച്. ഇപ്പം ഈ പാട്ട് കൊണ്ട് ഇപ്പോൾ ഒരു നിവർത്തിയില്ല. ഇതിൽ എന്തൊക്കെയാണ് ഇവർ കാണിക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടാ. എൻ്റെ അമ്മോ, അമ്മച്ചിമാരുൾപ്പെടെ എല്ലാവരും ഇപ്പം ഇങ്ങനെ ബാ പക്കം ബാ. കേട്ടത് കോപ്പറേറ്റ് അടിക്കും. അതൊന്നാമത്തെ ഗുണ. അത് ഒന്ന്. പിന്നെ ഈ ജമനിക്കാരുടെ ഈ പാട്ട് ഒരു രക്ഷയില്ല കേട്ടോ, സീരിയസ്ലി. ഇതൊക്കെ ആരാന്നാണ് ഞാൻ നോക്കണം. ഈ ഇമ്മാതിരി വീഡിയോ ഒക്കെ ആരാണ് ഇറക്കി വിടുന്നത്? എൻ്റെ പൊന്നളിയോ. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെയും കുറേ സാധനങ്ങളുണ്ടല്ലേ. കൊള്ളാം കേട്ടോ. ഇത് എന്തായാലും സേവ് ചെയ്ത് വെച്ചേക്കാം. അത് നമുക്ക് ഒന്നിനും ഉപകാരപ്പെട്ടല്ല. ഇഷ്ടപ്പെട്ടു. எல்லாருமே பண்ணியாகணும். அது வந்து இந்த மாதிரி பொருள் எத்தனை வாட்டி வேணாலும் மேரேஜ் பண்ணலாம். உண்மையே எத்தனை வாட்டி வேணாலும் மேரேஜ் பண்ணலாம். சரியா? தண்ணி எடுத்தான் வேலை சிரமம். மேரேஜ்லாம் ஒரு பையனும் பண்ணாதீங்க. சரியா? ஆமா, இங்க பாரு, இதெல்லாம் என் ஃப்ரெண்ட்ஸோட வந்து ஜாலியா சமைச்சு சாப்பிட்டுக்கிட்டு சுத்திக்கிறீங்க. பார்த்த யாரு கூட வந்திருக்கன்ட்டு ஒன்னும் கஷ்டம், ஒன்னும் பண்ண முடியாது. நம்ம இஷ்டத்துக்கு ஒண்ணுமே செய்ய మనసిలా వెతికెనే నీ కోసం ఎందుకమ్మా నీకి మౌనం తెలిసి కూడా ఇంకా దూరం పరుగు తీస్తావు న్యాయమా ప్రియతమా చెలియా 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 అలల പോയാൽ പറ്റുമോ? നീ ഒന്ന് വിട്ടായിരിക്കും. നാട്ടിലാണെങ്കിൽ നിനക്ക് ഒറ്റ ഒരു ഹോപ്പ് എന്നുള്ള ആശയുണ്ട് നിന്റെ കൂടെ. പോവരുത് പറഞ്ഞാൽ പോവരുത്. അല്ലെങ്കിൽ ഞാൻ വരുന്നില്ലെന്ന് അറബി വിളിച്ച് പറയട്ടാ. എൻ്റെ അളിയ ഒരു എൻ്റെ കൂട്ടുകാരൻ മൈരൻ ഗൾഫിൽ പോയിട്ട് ഇപ്പോൾ ഒരു ഭയങ്കരമായിട്ട് കുറേ അധികം പ്രശ്നങ്ങൾ അടിച്ചിട്ട് മൈരൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മൈരൻ ഇത് കേൾക്കണം. നാട്ടിലാണെങ്കിൽ നിനക്ക് ഒറ്റ ഒരു ഹോപ്പ് എന്നുള്ള ആശയുണ്ട് നിന്റെ കൂടെ. പോവരുത് പറഞ്ഞാൽ ഞാൻ വരുന്നില്ലെന്ന് അറബി
എന്റെ പൊന്നളെ പറയാം ഒന്നും പറയാനില്ല. ഇങ്ങനത്തെ കൂട്ടുകാരൻ പറഞ്ഞത്. പക്ഷെ എൻ്റെ കൂട്ടുകാരൻ അവൻ പോകുന്നപ്പം മയറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ നീ ഇവിടെ നില്ല് എന്ന് ഞാൻ പറഞ്ഞില്ല. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. എന്തായാലും കുഴപ്പമില്ല, അവൻ പോയിട്ട് വരട്ടെ, അടിപൊളിയായിട്ട് രക്ഷപ്പെട്ടു വരട്ടെ. എനിക്കതേ പറയാനുള്ളൂ. இந்த மாதிரி இமேஜஸ் எல்லாம் பொண்ணுங்களுக்கு மட்டும்தானா? ஏன் பசங்களுக்கு இல்லையா? എന്റെ പൊന്നണിയാ, നിർത്ത്. இந்த மாதிரி പൊണ്ണുങ്ങൾക്ക് മട്ടുവാണെന്ന് വെച്ചിട്ട് ആണുങ്ങൾ വരെ ഇട്ട് തുടങ്ങി. വേറെ എന്ത് കോമഡി പരിപാടിയാണെന്ന് എനിക്കറിയൂടാ. 4K ഇത് കൺവെർട്ട് 4K HD റിയലൈസ്ഡ് എൻ്റെ മയിൽ വെച്ചിട്ട് കൂടെയെന്ന്. എനിക്ക് പറയണേ, വീണ്ടും വീഡിയോ ആയിട്ട് വരാം.